Yellapur? Oh iya dari sini aja. Yellapur. ഓക്കെ. ചേങ്ങന്മാർക്ക് ഒരു ഭാഷ അറിയില്ല കേട്ടോ. അവർക്ക് ഞങ്ങളെ പോലെ തന്നെയാണ് ഒരു ഞങ്ങളെ പോലെ തന്നെ. ഫോറസ്റ്റ് വൈബാണ്, ഫോറസ്റ്റ് തന്നെയാണത്. ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കാണാമെന്നല്ലാതെ. ധാബകളിൽ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം. ഇവിടെ ലോറിക്കാർ ഫുള്ള് കുളിക്കുക. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇതാണ് സംഭവം കേട്ടോ. കഴിച്ച് ഞങ്ങളപ്പോൾ ഇങ്ങനെ ഗോവയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് എത്തിയിട്ട് രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി മുന്നിലേക്ക് അങ്ങനെ പോയി നോക്കാം. ഇവിടെ വേറെ പ്രത്യേകിച്ച് കൃഷിയൊന്നുമില്ല. ഇത് ഈ ഇല ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ പണ്ട് പടക്കമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പടക്കം ഉണ്ടാക്കി കളിക്കുന്ന ഒരു മരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഭവമാണിത് അല്ലേ. നല്ല രസമാട്ടോ ഈ ഗോവ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ. ആ 2 സൈഡും ഉണ്ട്. ഗോവ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. അതേ ഒരു KL വണ്ടിയാണ്, ഞാൻ കൈ കാണിച്ച്. അപ്പോൾ ചെറിയൊരു ഹോൺ അടിച്ചു, അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വണ്ടി ശ്രദ്ധിച്ചില്ല അവർ. വണ്ടി ശ്രദ്ധിച്ചില്ല. നമുക്കിനി അവരെ ഓവർടേക്ക് ചെയ്തിട്ട് അവരൊന്ന് ഹോൺ അടിച്ച് ഇതാക്കിയാലോ. പോയോക്കാം. ലോറിനൊന്നും കാണാനില്ല കേട്ടോ. ലോറിനെ പിടിച്ചാറിന് ഇറങ്ങിയതാണ് ഞാൻ. ലോറിയൊക്കെ എവിടെയും എത്തിക്കും. കാരണം നമ്മൾ ഈ 35 മൈൽ സ്പീഡിൽ പോയാണ്ട് എങ്ങനെ ലോറിനെ പിടിച്ചാൽ എന്നെ ജാതി ഹോണാണ് അടുത്തുള്ളത്. ഈ ഹോണൊക്കെ അടിച്ചാണ്ട് അയാൾ ജാതി ഹോണൊക്കെ ആണെങ്കിൽ വല്ലാത്ത ഇത് കണ്ടങ്ങള് ഇതുപോലെ നടക്കും ഈ റോഡിൽ കൂടെ. ചെങ്ങന്മാർ അരൂക്കൂടെ നടക്കി. നിങ്ങൾ എന്താണ് ഈ കാട്ടുക? അങ്ങനെ തന്നെ അരൂക്ക് പോട്ടെ അല്ല. എന്നിട്ട് നിങ്ങളെ തട്ടിക്കഴിഞ്ഞ വാക്കിലോ ലൗണ്ടോട് പോയേങ്ങ. നിങ്ങൾ അപ്പുറത്തേക്കണ ഒരുത്തം. ഇതൊന്നും ആദ്യമില്ല ഇതിനൊന്നും. ഇതൊക്കെ രാവിലെ കോഴിക്കളെ വിടുന്ന മാതിരിയായിട്ട് വിടുകയാണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ കിളവി ആയിട്ട് കേട്ടോ. പാവങ്ങൾ റോഡ് സൈഡിലുള്ളതൊക്കെ തിന്നണം. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ വല്ല തിന്നൂടെ അല്ലേ? അതിനുള്ളിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഏതായാലും അങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ നടക്കുമല്ലോ. ഇപ്പോൾ നേരത്തെ ഒരു ബസ് ഇതിൽ പോയൊരു ബസ് തട്ടണ്ട. തട്ടിണെങ്കിൽ ബസ്സുകാരുടെ അവസ്ഥ എന്തായിരിക്കും ആവോ? ഇവിടെയൊക്കെ വൻ പ്രശ്നമല്ലേ ആ കേസിലൊക്കെ. പശുകളൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ, പശു ആട് കന്നുകാലികളൊക്കെ തട്ടിക്കഴിഞ്ഞാലേ അതൊക്കെ ഇവരുടെ വരുമാനമാണ്. അതായത് കന്നുകാലി വളർത്തൽ അതിമ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് റോട്ടിലൂടെ. ഇതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഓവർ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോറിക്ഷയാണ്. തട്ടിക്കഴിഞ്ഞാൽ വേഗം മറിയും. ഈ വണ്ടിക്ക് വേണ്ട മറിയാം. പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേര് നമ്മളെ കൈ കാണിക്കും. കേരള കേരള കണ്ട ഈ അക്കഥ കൈ കാണിക്കണം. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ കൈ കാണിക്കും. ഇത് സേഫാക്കി യൂട്യൂബ് വീഡിയോ. ഓ നോക്ക് ഫ്രണ്ട് ഫ്ലോറസ്റ്റ് 71 ഗാഡിക്ക ബാക്ക്. അവനെ പറഞ്ഞോടത്ത് മനസ്സിലാക്കണ്ടെന്ന് കരുതി. അപ്പോന് പേര് വായിച്ചാണ്ട് മനസ്സിലായിക്കോട്ടെ. കോൺസ ചാനൽ അങ്ങനെ ഹിന്ദി പഠിച്ചു നോക്കോ. കോൺസ ചാനൽ എന്ന് ചോദിച്ചാൽ ഏതാണ് നിങ്ങളുടെ ചാനൽ, എന്താണ് പേരെന്നൊക്കെ കേൾക്കാം. അപ്പോൾ കോൺസ ഏത് അങ്ങനെയൊക്കെ സംഭവിക്കാറ്. ഓക്കെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആക്കുന്നു ഒരു KL ഇനി ഫുള്ള് ഹിന്ദി കേട്ടോ. ഞാൻ ഹിന്ദിയാണ്, ഫുള്ള് ഹിന്ദിയാണ്. കർണാടകത്തിലാണെങ്കിൽ ഇനി അങ്ങോട്ട് ഗോവയ്ക്ക് കയറില്ല. കയറുവാണെങ്കിലൊക്കെ ഫുള്ള് ഹിന്ദി ആയിരിക്കും. ഞങ്ങൾ പൊളിക്കും. നമുക്ക് കുറച്ച് ഹിന്ദി പഠിച്ചോ, ഇങ്ങനെ കേട്ട് പഠിച്ചാൽ മതി. അങ്ങനെ തന്നെ പഠിച്ചത്. ഹിന്ദിക്കല്ല ആക്ടിങ് ചെയ്യുന്നു. കൊച്ചു ഓട്ടകളോ അത് ചോദിച്ച ആളല്ലേ. അയ്യോ റൂട്ടുണ്ടാ, നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണ്. അടിപൊളിയാണ് വ്യൂ, റോഡിൻ്റെ വ്യൂ. പതുക്കെ പോകുന്നുള്ളൂ. സ്പീഡ് എന്ന് പറയുന്നത് 30 കേട്ടോ. 30 മൈൽ സ്പീഡിൽ പതുക്കെ പോകുന്നത്. നല്ല രസമാണ് ഇതിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കാണാൻ. വലിയൊരു നദിയാണ്. അവിടുത്തെ മത്സ്യബന്ധന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ടൂറിലെ കാണുന്നുണ്ട്. അസാധ്യം സൂപ്പർ. ഇത് സംഭവം ഒരു കിലോമീറ്റർ ഈ പാലം തന്നെ ഉണ്ടോ? എല്ലാവരും പോവോ? നേരെയാണല്ലേ. നമ്മൾക്ക് എന്താ വെച്ചാൽ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം
ഇവിടുത്തെ മണ്ണിന് വലിയൊരു എന്താ പിടുത്തമില്ല എന്നാണ് തോന്നുന്നത്. ഇത് അവർ മണ്ണ് ഇങ്ങോട്ട് ഉതിർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ മാത്രമല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉതിർന്ന് പോകുന്നുണ്ട്. റോട്ടിലേക്ക് വരാതിരിക്കാൻ വലിയൊരു ബലമില്ല തോന്നുന്നു. ടൈറ്റ് ഇല്ലാത്ത മണ്ണാവാം, ചിലപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് ചാടുന്ന ടൈപ്പ് മണ്ണാവാം. അതുകൊണ്ടാവാം അത് അങ്ങനെ ചെയ്യുന്നത്. തണൽ തേടി നടന്ന് കിട്ടിയിട്ടുള്ളൊരു തണലാണത്. ഇത് ഒരുപാട് വീടുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഒരു വീടുണ്ട് അവിടെ കിടക്കണതിൽ. ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇതൊരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണെന്ന് അറിയില്ല, ഹൈവേ ആണ് കാണുന്നത്. നമ്മളിവിടെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല, ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചതാണ്. അപ്പോൾ ചായയും കുടിക്കണം, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുകയും വേണം. എന്നിട്ട് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുന്നതാണ്. നമ്മൾ ആന്ധ്രയിലൂടെ സഞ്ചരിച്ചതുപോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾ കർണാടകയ്ക്ക് ആന്ധ്രയിലൂടെ കർണാടകത്തിൽ കയറി പിന്നെ നമ്മൾ ആന്ധ്രയിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ടൈം പോലെ ഒന്നല്ല ഇതുപോയി സഞ്ചരിക്കുമ്പോൾ വളരെയധികം പച്ചപ്പ് കാണുന്നുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് മെയിനായിട്ട്. നമ്മൾക്ക് പ്രത്യേകിച്ചൊരു കൃഷിയില്ല. ഞങ്ങൾക്ക് വില്ലേജ് കയറാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു വില്ലേജ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് കടലാണ്. നമ്മള് സെക്കൻഡ് വട്ട് പൂർത്തിയാക്കുന്ന സമയത്തുണ്ടല്ലോ, ചോറും വേണ്ട, കഞ്ഞിയും വേണ്ട, അതുപോലെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങള്. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നും നമ്മൾക്കില്ല. ഈ കാണുന്ന റോഡ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഓലപ്പടക്കം ഞങ്ങൾ ആദ്യം അതുകൊണ്ട് ഇങ്ങനെ ഈ ഇതാണത് പങ്കുച്ചയുടെ കൂടെ ഉണ്ട്. അത് ഒക്കെ കശുമാവിൻ്റെ തോട്ടമാണ് ഇതിൽ ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ധാബകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ ഈ റോട്ടിൽ, ഈ ഒരു ഹൈവേയിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ റൂട്ടിൽ നിന്ന് മാറണം. ഈ റൂട്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമുക്ക് പോവാം. അല്ലാന്നാണെങ്കിൽ നമുക്ക് ഗോവയിലോട്ട് കയറിയിട്ട് നേരെ മഹാരാഷ്ട്ര കയറണം. ഇപ്പോൾ ഗോവയിലോട്ട് കയറി നേരെ മഹാരാഷ്ട്ര കയറണോ എന്നുള്ളതും നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ തന്നെ ഇത് ഗോവ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ തിരിഞ്ഞു പോകും. ഇതിൽ തന്നെ പോകണം എന്നുള്ളതൊക്കെ നമ്മളൊന്നും കൂടി ആലോചിക്കട്ടെ. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും കൂടി ആലോചിക്കാണ്ട്. നമുക്ക് ഇന്ന് ഒരുപാട് സമയമുണ്ടല്ലോ. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാതെ നമ്മൾ റോഡരികിലെ ഈ ഇത്തരം കാഴ്ചകൾ കണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല വെയിലാട്ടോ ഇവിടെ. നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാനല്ല. ഒരു തണൽ പോലും റോഡിൻ്റെ അരികിലില്ല എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വരെ ഞങ്ങൾ ഒരു തണൽ കിട്ടിയത് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. അതിന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ട് കൊണ്ടക്കാടിൻ്റെ മറവിലാണ് ഞങ്ങൾ ഇരുന്നത്. ഇവിടെ കണ്ടോ ഒറ്റ മരമില്ല, ഒരു ഈ സൈഡിലൊന്നും മരവും പറഞ്ഞ സാധനമല്ല, തണലുമില്ല, ഒന്നുമില്ല. അത് കുറേയൊക്കെ റോഡിൻ്റെ പണിയിൽ. അതാണ് ഇവിടുത്തെ മണ്ണിന് വലിയൊരു ഉറപ്പില്ലാത്ത ടൈറ്റില്ലാത്ത മണ്ണാണ്. പെട്ടെന്ന് ഒടിഞ്ഞ് വീഴുന്ന ടൈപ്പാണ്. ഇവിടെ പക്ഷേങ്കിൽ നമ്മൾ ആന്ധ്രയിൽ കണ്ടതുപോലെയുള്ള മലനിര അല്ല. ഇപ്പോൾ പച്ചപ്പുണ്ട്, വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ള നല്ല സുന്ദരമായിട്ടുള്ള മലനിരയാണ്. നല്ല രസമാണ് യാത്ര ചെയ്യാൻ. ഇതിന് കാണാൻ കാഴ്ചകൾ ഈ റോഡരികിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുപോലത്തെ നല്ലൊരു വൈബ് മെൻറ്റാലിറ്റി വരും. അത് ദൂരാണ്, അപ്പുറത്ത് നല്ലൊരു കായലുണ്ട്. ദൂരെ നമ്മൾക്കൂടെ കണ്ടുകൊണ്ട് കാണാൻ വേണ്ടി കഴിയും. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ദൂരെ ഒരു കായലുണ്ട്. റോഡിൻ്റെ കാര്യം തന്നെ പറയണല്ലോ, ഹൈവേ അല്ലേ, പക്കയാണ്, അടിപൊളിയാണ്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഏരിയ കൂടെ അങ്ങനെ പോകുന്ന പോലെ. ഞങ്ങൾ മിക്കവാറും റൂട്ടും ചെയ്തു. തമിഴില്ല, വേറെ വിഷയം. ഏതായാലും ഞങ്ങൾ റൂട്ട് ചേഞ്ച് ആക്കും. മിക്കവാറും ഞാൻ റൂട്ട് ചേഞ്ച് ആക്കും. റൂട്ട് ചേഞ്ച് ആക്കിയാലേ നടക്കുള്ളൂ. കാരണം ഇതുപോലത്തെ പ്രദേശത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് എവിടേക്കും കയറാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും ഈ ഒരു റൂട്ടിലില്ല. ഞാൻ ഈ റൂട്ട് വേണ്ടാന്ന് കരുതിയതായിരുന്നു ഫസ്റ്റ്. അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതുപോലെ ഒരുപാട് വട്ടം കയറിയതല്ലേ, ഇതൊന്ന് പോയി നോക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ചില ഒരു പ്രാവശ്യം ഗോവ അതിൽ വന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് അറിയാറുണ്ട്. ഇതിലെ പ്രത്യേകിച്ച് കൃഷിയോ അല്ലെങ്കിൽ വില്ലേജിലേക്ക് കയറാനോ അതെ, പോയ വഴി തന്നെ പോവല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് ചേഞ്ച് ആക്കിയതാണ്. പക്ഷേ ചേഞ്ച് ആക്കിയത് നമ്മൾക്ക് സ്ഥലം ഇഷ്ടമായി, യാത്ര ചെയ്യാനായിട്ട് നോക്കിയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും
നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ വരെ ഞങ്ങളേ ഇവിടെ ഒരു ധാബയുണ്ട്. ഈ ധാബയിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വണ്ടികളുടെ രജിസ്ട്രേഷനൊക്കെ ഉണ്ടോ, ഫുള്ള് ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക അങ്ങനെയൊക്കെയാണ്. അധികം രാജസ്ഥാനാണ്, ഗുജറാത്തുമാണ് അധികമുള്ള. മഹാരാഷ്ട്ര ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് പുഴയാണ്, അവിടെയാവും ഉണ്ടാകും. അവിടെ പോയേക്കാം. ധാബകളിൽ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം. ഇവിടെ ജോലിക്കാർ ഫുള്ള് കുളിക്കുക. ഉണ്ട് അപ്പുറത്ത് കാണുന്നത് കണ്ടോ, അത് നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് കണ്ടുള്ള നദിയാണത്. അതൊരു പുഴയാണ്. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുക പറഞ്ഞ ടാസ്ക്കാണ്. ഇതിന് ഈ ചാടുന്ന വെള്ളം ക്ലിയർ ഇല്ല. പക്ഷേങ്കിൽ അതിന് വെള്ളം എടുത്തിട്ട് വേണം, ഡയറക്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് കുളിക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുളിക്കാൻ സൗകര്യം ഉണ്ടാവുള്ളൂ, നല്ല വെള്ളമുള്ളൂ. ഇതെന്താ വെച്ചാൽ ഇതൊക്കെ സോപ്പി ആടിയിട്ടും അലമ്പാക്കിയിട്ടുണ്ടാകെ, അതുകൊണ്ട് അതിന് കുളിക്കാൻ വേണ്ടി കഴിയില്ല. ആദ്യം ഒരാൾ വിളിക്കാം, ഉപ്പുളി വേഗം വിളിച്ചോ കേട്ടോ. ഏതായാലും കുളിക്കാൻ നിർത്തിയ സ്ഥലം അതിമനോഹരമാണ്. കണ്ടങ്ങൾ നല്ല രസമാണ് കാണാനൊക്കെ. കുളിയൊക്കെ കഴിഞ്ഞ് കുക്കു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ തന്നെ പച്ച മാറി നീലയായിട്ടുണ്ട്. ഇത്രയും ദിവസത്തെ വീഡിയോകളിൽ നിങ്ങൾ പച്ചയാവും കണ്ടിരുന്നത്, പച്ച മാറി നീലയാക്കിയിട്ടുണ്ട്. ധാബതാണ്ട് അവിടെയാണ്. അവിടെ വേണമെങ്കിൽ ഫുഡ് കഴിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാം. ഇവിടെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി ഇട്ടിട്ടുണ്ട്. ഇതിലിങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നദിയുടെ നല്ലൊരു വ്യൂ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ വെയിൽ അത്ര അങ്ങോട്ട് അനുഭവപ്പെടുന്നില്ല. ഒരു ചെറിയൊരു മൂടൽ ഇന്ന് ഇവിടെ ഉണ്ട് പലയിടങ്ങളിലും. നമ്മളെല്ലാ സ്ഥലങ്ങളും അല്ല പറയുന്നത്. നല്ല കാറ്റുമാണ്. എന്താ അതിനുണ്ട്, സൂപ്പർ സ്ഥലമാണല്ലേ. എൻ്റെ മക്കളെ, അടിപൊളി സ്ഥലമാണ് ഈ ഓട്ടോ ലൈഫ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അഡിക്റ്റായി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്കിതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് മനം മടുത്തിട്ട് നിൽക്കുവാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മൂന്നാമത് ഞാൻ ഈ ഓട്ടോ ലൈഫ് ഒരിക്കലും സ്റ്റാർട്ടാക്കില്ല. കാരണം നമ്മൾക്ക് ഒരു പ്രാവശ്യം മടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മേഖലയ്ക്ക് പോകില്ലല്ലോ. ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വൈബ്, മെൻറ്റാലിറ്റി, ഇതിൻ്റെ ഒരു സുഖം, അല്ലെങ്കിൽ ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ സാധാരണ പോകുന്ന റൂം എടുത്ത് ട്രാവൽ ചെയ്യുന്ന പോലെയൊന്നുമല്ല. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയും കൂടി ആയതുകൊണ്ട് നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവും, അങ്ങനെ പല ജാതി കേസുകളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഓട്ടോ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഓട്ടോ എടുത്ത് വരണം എന്നല്ല പറഞ്ഞ്. ഓട്ടോ എടുത്ത് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നല്ലത് മാത്രം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധിമുട്ട് കൂടി പറയണം. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഉണങ്ങാനിട്ടിട്ട് ഞങ്ങളങ്ങനെ യാത്ര തുടരും. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളങ്ങനെ ആ വഴിക്ക് അങ്ങനെ പോകും. വ്യൂ ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്, തിരക്കില്ലാത്ത വെയിലുണ്ട്, ചൂട് ചില നേരങ്ങൾ വരുന്നുണ്ട് അല്ലേ. എല്ലാം ഉണ്ട്. വെള്ളം അല്ലേ, ഒരു സ്പ്രേ പോലെ. അപ്പോൾ കുക്ക് ഞാനൊക്കെ ഒന്ന് കുളിച്ചു. കുക്ക് വീണ്ടും സുന്ദരനായിരിക്കുവാണ്. സുന്ദരോ ഏതായാലും ഞങ്ങൾ മുന്നേക്ക് പോയോട്ടോ. കുറച്ചേരം നമ്മളിവിടെ നിന്നിട്ടേ പോവുള്ളൂ, കാരണം അതൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. ഇതൊക്കെ ഇതിനൊക്കെയല്ലേ നമ്മൾ പോകുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലേ പറഞ്ഞ പൊളിയാണ്. ഞങ്ങള് പരിപാടി തിരിക്കുവാണ്, വണ്ടി തിരിക്കുവാണ്. തിരിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മൾക്ക് മുമ്പിലൊരു കാടുണ്ട്. കാട് എന്ന് പറഞ്ഞാൽ മുംബൈക്ക് പോകുന്ന റൂട്ടിൽ ഒരു കാടുണ്ട്. ആ ഒരു കാടിനെ തരണം ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാടെന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നത് അത് റിസർവ് ഫോറസ്റ്റ് ആണ്, നമ്മളങ്ങോട്ട് കടത്തി വിടൂല, അത്തരത്തിലുള്ളൊരു കാടാണെന്നാണ്. പക്ഷേങ്കിൽ അത്തരത്തിലുള്ളൊരു കാടല്ല, നമ്മളെ കടത്തി വിടും. ഞാനിപ്പോൾ തിരിക്കണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയതാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾക്ക് ഒരു ഫാസിസ്റ്റ് റൂട്ട്, ഒരു സിമ്പിൾ റൂട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു യെല്ലാപ്പൂർ കാടാണ്, യെല്ലാപ്പൂർ ഫോറസ്റ്റ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് എവിടെയോ വെച്ച് നമുക്ക് മാറി കയറാനുണ്ട്, എന്നാലേ നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ അൻഗോള എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മളുടെ ഗോവയ്ക്ക് പോകുന്ന വഴിക്ക്, അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പോവാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു തിരിവുണ്ടായിരുന്നു, നമുക്ക് ഇതിലെ പറ്റുവാണെങ്കിൽ ഇതിലെ പോവാം, നോക്കട്ടെ കേട്ടോ. ഈ റൂട്ടാണ് നമ്മൾ പോണത്. ഇതാണ് ഇപ്പം നമുക്ക് സിമ്പിൾ റൂട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിലെവിടെയാണ് കാട് സ്റ്റാർട്ട് ആവണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഒരു
ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി നോക്കാം. കുറച്ച് ദൂരമായിട്ട് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട്. ഭക്ഷണം ഞങ്ങൾ കഴിച്ചില്ല, ഉച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല നേരം വരെ. കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം. കുറച്ച് മുന്നിലേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കയറിയിട്ടുള്ളൂ. എന്നാലും ഡീസലും കാര്യമൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 68 കിലോമീറ്ററോളം നമ്മൾക്ക് യെല്ലാപ്പൂരിലേക്കുണ്ട്. യെല്ലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തണം. അല്ലെങ്കിൽ നമുക്ക് ഗോവ പോകാറുന്നു. പക്ഷേങ്കിൽ ആ ഒരു സ്റ്റേറ്റും കൂടി കയറേണ്ടതെന്ന് കരുതിയിട്ടാണ്. ആ ഒരു സ്റ്റേറ്റ് കയറാതെ പോകാൻ കർണാടക തന്നെ പോകാമെന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന അതേ ഫീല്. നമ്മളുടെ ഉൾനാട്ടിൽ കൂടെ ഒക്കെ പോലെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ പൊതുവെ നമ്മൾ പോകുന്ന ഒരു റൂട്ട് പോലെയാണ് ഫീൽ ആവണല്ലോ. മാവുണ്ട്, അതുപോലെ തന്നെ വേൽച്ചെടിയുണ്ട്, അങ്ങനെ പലജാതി പുല്ലുകൾ, നമ്മുടെ തെച്ചിപ്പൂവുണ്ട്. നമ്മളുടെ അതേ മണ്ണാണ്, നമ്മുടെ നാട്ടിൽ അതേ ഒരു പറമ്പ് മണ്ണാണ്. അങ്ങനെ എല്ലാവിധം ഈ ഭാഗത്ത് നദി, നമ്മൾ നദിക്ക് ചാരിയാണ് പോകണം കേട്ടോ. നദിക്ക് ചാരിയാണ് നമ്മൾ പോകുന്നത്. കണ്ടാ നദിയെ ചാരി പിടിച്ച് അങ്ങനെ പോവുകയാണ്. എത്രത്തോളം ദൂരം ഈ നദി നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയില്ല. റോഡ് ക്രോസ്, road close. Road problem working. Road working है. Yellapur. हाँ ये रोड सीधा है. Yellapur. Okay. ചേങ്ങന്മാർക്ക് ഒരു ഭാഷ അറിയില്ല കേട്ടോ. അവർക്ക് ഞങ്ങളെ പോലെ തന്നെയാണ് ഒരു ഞങ്ങളെ പോലെ തന്നെയാണ്. എടാ ഇത് മനോഹരമായ സ്ഥലമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഈ റോഡ് പക്കാ മോശമാണ്. ഇതിലെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതാസ. എനിക്കറിയില്ല. എന്തായാലും ഞാനും കുക്ക് രണ്ടും കൽപ്പിച്ച് ഇതുവഴി തന്നെ പോവാണ്. ഇനി വരുന്നത് മരവതച്ചാണ്. നോക്കുവോ? ഓക്കെ. ആ യെല്ലാപ്പൂർ കാട്ടിലേക്ക്. വീരപ്പൻ്റെ കാടല്ല, യെല്ലാപ്പൂർ കാട്. നദി കണ്ട എത്ര അടുത്തത് ഒഴുകണ്. പക്ഷേ ശരിക്കും ഇവിടെയൊക്കെ കുളിച്ചാൽ മതിയായിരുന്നു അല്ലേ? അതെ അതെ, ഇറങ്ങണമെന്ന് കാണാമല്ലോ അല്ലേ? ചിലപ്പോൾ നല്ല ആയുണ്ടാവും. അങ്ങനത്തെ ഏരിയകളിലും നമ്മൾ ഇറങ്ങാൻ പാടില്ല. ആളുകളുള്ളടത്ത് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ റോഡ് ശരിയായി. ഇനി ഇവരുടെ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് അങ്ങനെ പോകാം. എല്ലാം ഉണ്ടാകാം. നദി വ്യൂ ആണ് നീ എന്നാ മക്കളെ, സൂപ്പർ വ്യൂ, അടിപൊളി റോഡ്. ഈ റോഡ് വന്നില്ലെങ്കിൽ നഷ്ടമായിരിക്കും അല്ലേ? വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ? നല്ല ചൂണ്ടിനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ മീനും പിടിച്ച് പോകാം. ഓ എന്നാ ഒരു വ്യൂ, അടിപൊളി സെറ്റ് വ്യൂ. ആ അതായത് നമ്മൾ കാട് സ്റ്റാർട്ടാണ്. ഇനി കാട് സ്റ്റാർട്ടാണ്. ഇനി എന്താകും എന്നുള്ളത് കണ്ടറിയാം. കാട് സ്റ്റാർട്ടാറാൻ ഞാൻ എൻ്റെ ഒരു ലോറി ഡ്രൈവർ ഫ്രണ്ടിനെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുവഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒന്നും അറിയില്ല. ഈ വഴിയല്ല മൂപ്പര് പറഞ്ഞു തന്നത്. നമ്മൾക്ക് അങ്കോളയിൽ നിന്ന് പോകുന്ന വഴിയാണ് പറഞ്ഞു തന്നത് യെല്ലാപ്പൂരിലേക്ക്. പക്ഷെ നമ്മൾ ഈ വഴി നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. ഇതിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാര്യമൊക്കെ ഉണ്ടാവോ, നമ്മളെ തടയുമാവോ, റിട്ടേൺ പറഞ്ഞേക്കോ ഒന്നും അറിയില്ല. 500 റുപ്യേൻ്റെ ഡീസൽ നമ്മളുടെ ടാങ്കിലുണ്ട്, അത്ര തന്നെ. സ്റ്റാർട്ടിങ്ങിൽ വന്നൊരു റോഡിൻ്റെ മോശം മാത്രമാണ് ഈ റോഡിനുള്ളത്. നമ്മളോട് പറയാത്ത റോഡ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുവാണ്. അതായത് നമ്മളിപ്പോൾ പോയി നോക്കാം. ഇനിയിപ്പോൾ എന്താ, വണ്ടികളില്ല, വണ്ടികൾ തീരെ ഇല്ല. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് നമ്മളാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികളില്ല. ഇതൊരു ഫോറസ്റ്റ് വൈബാണ്, ഫോറസ്റ്റ് തന്നെയാണിത്. ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കാണാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ കുറേ മുൻപിലേക്ക് പോയിട്ട് വല്ലതും ഉണ്ടാവും അറിയില്ല. എന്തായാലും 10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് NH വരുന്നുണ്ട് എന്നാണ് അതിൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കണത്. ഞാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് വന്ന സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. ഹൈവേ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമല്ല. കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ബോർഡ് ഉണ്ടാവും. അതാ വരുന്നത്. അതായത് റബ്ബറൈസർ, നല്ല അടിപൊളി റബ്ബറൈസറാണ്. നമ്മളൊരു 2-3 കിലോമീറ്റർ കൊണ്ട് പോകുന്നപ്പോൾ. ഇനി ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്റ്റേറ്റ് ഹൈവേക്ക് പോയി ചാടും എന്നൊക്കെ, NH പോയി ചാടും എന്നൊക്കെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ എങ്ങനെയാണ് പോയി ചാടിയാൽ തന്നെ അറിയുള്ളൂ.
സ്റ്റാർട്ട് ആവുകയാണ്. ഇനി മുന്നിക്കുള്ളത് നമുക്കറിയില്ല, പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ. മുന്നിക്ക് ഞാൻ അവസ്ഥ അറിയില്ല, പോയി നോക്കാം. ആളും മനുഷ്യനുള്ള ഏരിയ ആണോ വെച്ചാൽ ആളും മനുഷ്യനുള്ള ഏരിയ ആണ്. പക്ഷേ എങ്കിൽ എന്നാലും ഒറ്റപ്പെട്ട ഫീൽ നമുക്ക് തരും. ഒരു ഒറ്റപ്പെട്ട ഏരിയകൾ ഒരു 1-2 കിലോമീറ്ററൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ഒറ്റപ്പെട്ട ഏരിയകളിലൂടെയാണ് സഞ്ചരിക്കാനുള്ളത്. തികച്ചും ഗ്രാമപ്രദേശമാണ്, ഗ്രാമമാണ്, എല്ലാമാണ്. അങ്ങനെ വീട് ഉള്ളതൊക്കെ ചെറുതാണ്. പിന്നെ വെട്ടുകല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ചെറിയൊരു ടൗണ് പോലെയാണ്. സ്കൂളൊക്കെ ഉണ്ടോണല്ലേ? അത് സ്കൂളാണ്. സ്കൂളാണ് അല്ലേ? ആണ്, സ്കൂളാണ്. ഒരു LP സ്കൂളാണ്, ചെറിയ കുട്ടികളുടെ LP സ്കൂളാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത്. പിന്നെ ഇവിടുത്തെ പശുക്കളുടെ കണ്ടങ്ങൾ ഇതുപോലത്തെയൊക്കെ കമ്പ് കെട്ടി കഴുത്ത് തൂക്കിയേക്കുക. അതായത് ഇയാൾ ഓടി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല രസകരമായുള്ള റൂട്ട് തന്നെയാണ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പല ജാതി കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് വൈബ്, പച്ചപ്പ്, ഇത് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ല റൂട്ട്. അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗി, കർണാടകത്തിൻ്റെ ഗ്രാമീണ ഭംഗി, അതിലേക്ക് കേരളം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. കർണാടകവും കേരളം ഉണ്ടാവും. ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കേരള വൈബ്, കുരുമുളക് കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് കങ്ങുമ്പടെ കയറ്റിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, കേരളം കർണാടകയും കൂടെ മിക്സ് ചെയ്തൊരു ഗ്രാമീണ ഭംഗിയ ഒരു ഗ്രാമമാണ്. ഒരു വഴിയാണ്, റൂട്ടാണ് ഈ റൂട്ട്. ഇവിടെ ഉണ്ടാവും ആകെ 2 വീട് ഇതാണുള്ളത്. 2 വീട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് കട്ടയാടാ, ഇത് കല്ലല്ല. അല്ലല്ല, കല്ല് തന്നെയാണ്. നമ്മളെ പഴയ എൻ്റെ വീടൊക്കെ പഴയ വീട് എന്ന് പറയുന്നത് മണ്ണായിരുന്നു. സിമെൻറ്റിന് പകരം മണ്ണ് കൊണ്ട് പടുത്തുണ്ടാക്കിയ വീടായിരുന്നു. അതുപോലെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ പടുത്ത് ഉയർത്തിയിട്ടുള്ളത്. ഈ വീടും തേച്ചിട്ടുണ്ട്, പണ്ട് ഭാഗം മാത്രം തേച്ചിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പൊക്കെ. സൂപ്പറാണ് കാര്യം. നല്ല റൂട്ടാണ്, നല്ല അടിപൊളിയാണ്. ഓ മല, പർവ്വതം കണ്ടങ്ങള്. അതുമേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്ധ്രത്തെ പോലെയല്ല, നല്ല ഒരു മല, നല്ല പച്ചപ്പ് നിറഞ്ഞ കണ്ണിന് കുളിരേകുന്ന ഒരു മലയാണ് ആ ഒരു മല. നല്ല വ്യൂ ആണ് അല്ലേ? നല്ല വ്യൂ ആണ്. ഇതിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റൂട്ട് തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവാം വണ്ടികളില്ലാത്തത്. ഇപ്പോൾ ഒരു കാർ നമ്മൾ പാസ് ചെയ്ത് പോയി. ഇതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 2 വണ്ടികളെ ഞങ്ങൾ കണ്ടു. 2 ഓട്ടോറിക്ഷയും പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ പോയ 2 വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട മുംബൈയിലെയാണ്, മഹാരാഷ്ട്ര വണ്ടികളാണ്. എന്നാ ഊരിടാ അത്, നമ്മ വരക്കൂടാത്ത വഴിയിൽ വന്ന് മാറ്റിക്കിട്ട മാറ്റി. ഹുബ്ലിക്കാണ് നമ്മൾ എത്തേണ്ടത്. ഹുബ്ലിക്ക് 127 കിലോമീറ്റർ ആണ്. ഹുബ്ലി എന്ന് പറഞ്ഞാൽ ഹുബ്ലിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലാതൊരു ഹൈവേ, അല്ലാതൊരു ബൈപ്പാസ് റൂട്ട് ഉണ്ട്. അത് ബൈപ്പാസ് റൂട്ട് ഞാൻ മുമ്പ് പോയതല്ല കേട്ടോ. അതൊക്കെ എനിക്ക് ലോറി ഡ്രൈവർമാർ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തരുന്നതാണ്. ആ ഒരു റൂട്ടിലൂടെ പോവാം എന്നാണ് അവർ പറയുന്നത്. ആ ഒരു റൂട്ട് ഏതാ നമുക്ക് സൗകര്യപ്രദമായിട്ട് വരുന്ന റൂട്ടിലേക്ക് നമ്മൾ ചെക്ക് ചെയ്തു. ഏതായാലും ഈ റൂട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ എനിക്ക് ഇഷ്ടമായോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കരുതിയ പക്ക ഫോറസ്റ്റ് ആയിരിക്കുന്ന. ഇടയിൽ വീടുകളുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ ധാരാളം ഉള്ളൊരു റൂട്ട് തന്നെ കേട്ടോ. ചീവീടുകളുടെ ശബ്ദമൊക്കെ ഉള്ള, അതായത് ഫോറസ്റ്റിൻ്റെ എല്ലാവിധ ലക്ഷണവും കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു കുരങ്ങനെ പോലും ഞങ്ങൾ ഈ നേരം വരെ കണ്ടില്ല അല്ലേ? ഓട്ടോറിക്ഷ പോകുമ്പോൾ നല്ല റങ്കാണ്. ഹുബ്ലി, എല്ലാപ്പൂർക്ക് ഒരു 56 കിലോമീറ്ററോ. ഓൺകോളേക്ക് ഒരു 5.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ ഒക്കെ അറിയുന്നില്ല ഈ റൂട്ട്. നമ്മളിവിടെ ചെന്ന് ചാടുവാണ്. അതായത് നമ്മൾ അങ്കോളയിൽ നിന്ന് വന്ന് ചേരുന്ന റൂട്ടിൽ നമ്മളിപ്പോൾ ഗോവയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് നേരെ പോയിരുന്ന സ്ഥലമുണ്ടല്ലോ കുളിച്ചതാവ, ആ റോഡ് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡെന്ന് പറയുന്നത്.
സാധനം അടിപൊളിയാണ്. ഇതിൽ പിന്നെ ധാരാളം ലോറികളൊക്കെ ഉണ്ടാവും. നമ്മൾ പോയ റൂട്ടിൽ ലോറികൾക്കും അല്ലാതെ പോകാൻ കഴിയാത്ത ഒരു റൂട്ടാണ്. കാരണം ഒരുപാട് ടേണിങ്ങുകളുണ്ട്, അതിനൊക്കെ ഒടിഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും വലിയ വലിയ വാഹനങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഹൈവേ 52-ലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഹൈവേ 52-ൽ ഞാനും ബുക്കും യാത്ര തുടരുന്നു. മുന്നോട്ട് പോയണോക്കാം. ഇതാണ് ആ മല, നമ്മളാ കണ്ട മലനിരയാണ്. നോക്കൂ, ആ മലനിരയിലേക്ക് നമ്മൾ ഒന്ന് ചാടിയിട്ട് പോകണം. ഓക്കെ. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല സുന്ദരമായ ഏരിയ, സുന്ദരമായ റൂട്ട്. ഇനി അങ്ങോട്ട് ഇതിൽ ഈ റൂട്ടിൽ ഈ എല്ലാപ്പൂരിൽ എത്തുന്നതിന് മുമ്പോ അല്ലെ എല്ലാപ്പൂരൊക്കെ ആയിട്ട് ധാരാളം മലയാളികളുടെ, അതായത് കാസർഗോഡുകാരതും ഒക്കെ ഒരുപാട് ഷോപ്പുകൾ, ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ലോറിക്കാരെന്നോട് പറഞ്ഞത്, ഡ്രൈവർമാരെന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. തികച്ചും രണ്ട് സൈഡും ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ആ പോണ് കുരങ്ങന്മാരടാ റോട്ടിൽ കൂടെ. ആ പോണ് കുരങ്ങന്മാർ ഇതാണ് ഒരു അജാന പോകുന്നുണ്ട്. പോട്ടെ. ആ കർണാടകയാണ്. നമുക്ക് കാട് എത്രയും മുമ്പായിട്ട് ഭക്ഷണം കഴിക്കും വേണം. ഇതൊക്കെ കാട് തന്നെയാണ്. വണ്ടി ഒന്ന് ചൂടാറ്റും വേണം. അല്ലെങ്കിൽ ഒരു 10-50 കിലോമീറ്റർ നിർത്താതെ പോകണം നമുക്ക്. അത്രയും ദൂരം പോകുമ്പോഴേക്ക് ഒരു 1.5 മണിക്കൂർ പിടിക്കും. ആ പിടിക്കുന്ന സമയം ഇഞ്ചൻ വല്ലാണ്ട് ചൂടായിട്ട് ചിലപ്പോൾ നമുക്ക് പണി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ പോകണം. കുറച്ച് ദൂരം പോട്ടെ. ഗായ്സ് നടു റോട്ടിൽ ലോറി ഡ്രൈവർമാർ കിടന്നുറങ്ങുന്നുണ്ടാകും. റോഡിലാണ് കിടന്നുറങ്ങുന്നത്. ഭയങ്കര അത്യം പൊളി കേട്ടോ. കാരണം റോഡ് കുറച്ച് മോശമാണ്. പിന്നെ ഈ റൂട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയുണ്ട്. ഫോറസ്റ്റ് റൂട്ടാണ്. പക്ഷേ ഇതിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാര്യം അങ്ങനെയൊന്നും ഒരു സംഭവമല്ല. ധാരാളം ലോറികൾ പാസ്സാവുന്ന ഒരു റൂട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ റൂട്ടിൽ ധാരാളം ധാബകളും ഉണ്ട്. ഈ ലോറിക്കാരുടെ ഇത്തരം സഞ്ചാര മേഖല ആയതുകൊണ്ട് തന്നെ ആവാം ഈ റൂട്ടിൽ ധാരാളം ധാബകൾ സ്ഥാപിതപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് കാര്യമൊക്കെ വരും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ സാധാരണക്കാരല്ല ആളുകൾ താമസിക്കുന്ന ഏരിയ ആണിത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ട്രൈബൽസ് അധികം താമസിക്കുന്ന അവരുടെ കോളനികളും വില്ലേജുകളൊക്കെ ആവാനാണ് സാധ്യതകളധികം. അതിന് പറ്റിയൊരു ഏരിയ ആണ്. കണ്ടിട്ട് അതുപോലെയൊക്കെയാണ് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം വന്നിട്ടുള്ള ചെറിയൊരു ടൗണാണത്. അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടുന്നത് കിട്ടും. അത്രേ ഉള്ളൂ. എന്നാലും വെള്ളം അതൊക്കെ കിട്ടും. കാടിനകത്തെ ചീവിടിൻ്റെ ശബ്ദം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആക്സിഡൻറ്റ് സോൺ അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെയധികം ആക്സിഡൻ്റ് ഒക്കെ ഇവിടെ സംഭവിക്കലുണ്ടാവാം. ഇവിടെ എന്താ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതാണ് സംഭവം. ഇത് പുതിയ ടാറിങ്ങാണ്. അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ലൈനപ്പായിട്ട് നിൽക്കുന്നത്. അതായത് ഇവിടെ ഒരു 1 വേ റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 1 വേ റൂട്ട് ഇവിടെ ഉണ്ടാവും. നമ്മൾക്കിതിൽ ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് വരിക. ചിലപ്പോൾ അതിൽ വണ്ടികൾ വരുന്നുണ്ട് അങ്ങോട്ട്. ഇനി നമ്മളൊക്കെ അതുവഴി തിരിച്ചു വിടാന്ന് തോന്നുന്നു. ഈ റൂട്ട് ടാറിങ്ങാണ് നടക്കുന്നത്. അതുതന്നെ ആവാം, നോക്കാൻ പറ്റും. ഈ ട്രാക്ക് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുവഴി പോകാൻ വേണ്ടി പറ്റാം. നമ്മളതിലൊന്ന് കയറി ജസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളെ അവരവിടെ തടഞ്ഞത്. അത് വണ്ടിയല്ല, ഒരു സൈഡ് ടാറിങ് നടന്നുകൊണ്ട് കേട്ടോ. ഇവിടെ വരെ എത്തിയുള്ളൂ പറഞ്ഞു. ഇവിടെ വരെ എത്തിയുള്ളൂ. അവരൊക്കെ ടാറ് വെച്ച് വെച്ചേക്കുവാണ് ആ ട്രാക്ക്.
അവിടെ, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഫോറസ്റ്റുകാരെ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ പോലും നമ്മൾ ഈ റൂട്ടിൽ കാണുന്നില്ല. ഫോറസ്റ്റ് മൃഗങ്ങളുടെ ചിഹ്നമോ അങ്ങനെ ഒന്നും ഈ ഒരു റൂട്ടിൽ നമ്മൾ കാണുന്നില്ല. മൃഗങ്ങളുടെ ചിഹ്നം, മൃഗങ്ങളുണ്ട്, സൂക്ഷിച്ച് പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതേപോലെ ബോർഡുമ്പോൾ വില്ലേജ് ലിമിറ്റ്, വില്ലേജുണ്ട്, സൂക്ഷിച്ച് പോകുക എന്നുള്ള വില്ലേജിൻ്റെ ഏരിയ ആണ് എന്നുള്ള ബോർഡുകളല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇതുപോലെ ധാബകൾ ഇടയ്ക്കിടയ്ക്ക് വരും, പെട്രോൾ പമ്പ് ഉണ്ട്, ഹോട്ടലുകളുണ്ട്. പ്രത്യേകിച്ച് എന്താ കാണാനുള്ളത് വെച്ചാൽ കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് പോവാം എന്ന് മാത്രമേ ഉള്ളൂ. കാട് അല്ലാതെ കാട്ടിലെ മൃഗങ്ങളെ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല കേട്ടോ. കാട്ടിലെ മൃഗങ്ങളൊന്നും ഈ ഒരു റൂട്ടിലില്ല. എന്തായാലും നല്ല രസകരമായ റൂട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കർണാടകത്തിലാണുള്ളത്. നമ്മൾ കർണാടകത്തിലെ പല ഫോറസ്റ്റും കയറിയിട്ടുണ്ട്, പക്ഷേ ഈ ഫോറസ്റ്റ് കയറിയില്ല. ആദ്യമായിട്ടാണ് ഇതിലെ യാത്ര ചെയ്യുന്നത്. അടിപൊളി റോഡാണ്, നല്ല സൂപ്പർ റോഡ്, സൂപ്പർ കട്ട ഡാറ്. ഇവിടെയാണ് ഒരു ബോർഡുമ്മ കണ്ടത്, കരടി പുലി അതുപോലെ മാൻ. മുന്നിൽ ഉണ്ടാവാൻ സൂക്ഷിച്ച് ഗോ സ്ലോ എന്നാണ് പറയണത്. പക്ഷേ ഇത് പനക്കം കൊല്ലം പോക്കാണ്. കാട് കഴിഞ്ഞ് ഒരു ടൗൺ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. കാട് കഴിഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത് കേട്ടോ, ഇനിയുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു നല്ലൊരു ഏരിയ ആണത്. ഓട്ടോ സ്റ്റാൻഡൊക്കെ കണ്ട, ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. ഇനിയും കാട് സ്റ്റാർട്ടാക്കില്ല. ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ KL വണ്ടികൾ, ലോറികൾ ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം അല്ലേ. ഞങ്ങൾ ധാബകളിൽ നിർത്തിയേക്കുവാണ് അവരൊക്കെ. നമ്മളവിടെ നിന്ന് നിർത്തിയില്ലല്ലോ, നമ്മളങ്ങനെ പോന്നേക്കുമല്ലേ. ഇനിയും ഫോറസ്റ്റ് സ്റ്റാൻഡ് തന്നെ ഉണ്ടെന്ന ഇത് അവസാനിച്ചില്ല. 1.5 കിലോമീറ്റർ ആയിട്ട് ഇന്ത്യൻ പമ്പ് ഉണ്ട്. പമ്പിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ലാത്ത റൂട്ടാണ്. ഇടയ്ക്ക് റോഡ് മോശമാണ്, എന്നാലും കുഴപ്പമില്ല. വലിയൊരു അലമ്പില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡ്. ആ പോണ ലോറി കണ്ട, അത് KL ആണ്. KL 10 തോന്നുന്നു, ശരിക്കും കാണുന്നില്ല. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. നല്ല പോക്ക് പോകണവരൊക്കെ. നമ്മൾ 35-ലല്ലേ പോണത്. പോട്ടെ, ഏതായാലും ഉഷാറാട്ടെ. പോകുന്ന റൂട്ടിൽ ഒരു ചെറിയൊരു ചുരം കേട്ടത്. നമ്മളിത് ഒരു ചുരം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഓടിയില്ല, പിന്നെയാണ് മനസ്സിലായത് ചെറിയൊരു ചുരമാണ്. എന്താ ലോറിയൊക്കെ പതുക്കെ പോകണുള്ളൂ. നമ്മൾക്കും തേർഡിലേക്ക് നമ്മൾ തന്നെ പോകുന്നുള്ളൂ. അത് KL ആണ്, KL വണ്ടിയാണ്. KL ആണ്. അങ്ങനെ ഒരുപാട് KL വണ്ടികൾ, KL ലോറികൾ ഇതുവഴി പാസ്സാവുന്നുണ്ട്. ലോറിക്കാരുടെ കൂടെ കയറി പോരാൻ കഴിയുന്നില്ല കേട്ടോ. ബാക്ക് കാണിച്ചു കൊടുത്ത് നോക്കുക. അവരൊക്കെ വളരെ സ്ലോയിലാണ് പോരുന്നത്. സ്ലോയിൽ പറഞ്ഞാൽ അതൊരു ചുരമാണ്, കയറി പോരുന്നില്ല. അപ്പോൾ അവരുടെ ബാക്കിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെങ്ങാനും റിവേഴ്സ് ഇറങ്ങിയാൽ നമ്മൾ മുട്ടത്തോട് വളർന്ന മാതിരി നമ്മൾ തുടങ്ങി. കണ്ട അതൊക്കെ പതുക്കെ പോണേ. കയറി പോകാൻ പറ്റാത്ത അത്ര ഇതിലാണ് പോകുന്നത്. ലോഡ് തന്നെയാണ്, അത്യാവശ്യം ലോഡാണ് വണ്ടികളിൽ. ഇനി ഇപ്പം കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. ഇനി കഴിഞ്ഞാൽ നമുക്ക് അതിനിടാം, കാരണം അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സ്പീഡുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് കയറിപ്പോ. മലയാളിയാണോ പോണേ? മലയാളി പൊളിയാണ് ആ പോണേ. പറഞ്ഞാലേ ഇവർക്കിത് വലുതാണ് അല്ലേ. സംഭവം അത്ര വലിയ കുത്തി കയറൊന്നുമല്ല. പക്ഷെ ലോഡ് കൊണ്ടുപോകുന്ന ലോറികൾക്ക് ഇത് കുറച്ച് ടൈറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവരാ ഗോവയിലുള്ള ആ വഴിക്ക് പോകുമ്പോൾ ചുരം ഉണ്ടല്ലോ, ആ ചുരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര വഴിക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലെ പോകുന്നുണ്ടോ, കയറി പോകാൻ വേണ്ടിയിട്ടാണോ. KL08 ഫാൻസി ഇയാളെടുത്തിട്ട് പോട്ടോ, കാരണം ഇയാളെ വണ്ടി അത്ര വലിയ വെയിറ്റുള്ള സാധനമല്ലോ. ഈ വണ്ടി കയറി പോകുന്നുണ്ട്. അതിനൊക്കെ പറ്റ മുട്ടിയാണ്ട പോകണം. എല്ലാവരും വന്നോളും. ഗായ്സ് അങ്ങനത്തെ ഒരു 3 കൂടി ജംഗ്ഷനാണ്. നമ്മുടെ
കയറി പോകുന്ന കാടക്കാന പൂരമാണ്. ഇതിങ്ങനെ ഒരു 3 കൂടി ജംഗ്ഷനാണ്. ഇതുവഴി എവിടേക്കാണെന്ന് അറിയില്ല. നമ്മൾ അവിടെയാണ് ചെക്ക് പോസ്റ്റിൽ വണ്ടി കാര്യം കൊടുക്കുന്നുണ്ടോ അല്ലേ? അപ്പം അതിനെ കുറച്ചുകൂടി ടൈറ്റ് ചെക്ക് പോസ്റ്റ് ആവാം, ടൈറ്റ് കാടാവാം. ഇതുവഴി നമ്മൾ പോകേണ്ടത് നമ്മളുടെ റൂട്ട് ഇങ്ങനെയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ഒരു 8 കിലോമീറ്റർ കൂടി പോയാലും ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടെ എത്തണം. എന്നാലേ കുറച്ച് ആൾ മനസ്സിലുള്ള ഒരു ഏരിയക്ക് നമ്മൾ എത്തുള്ളൂ. അതൊരു ജംഗ്ഷൻ തന്നെയാണ്. ഒരു തിരക്കില്ലാത്തൊരു ടൗൺ ആണ് അത്. വെല്ലപ്പൂർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടൗണാണത്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ടൗൺ തന്നെയാണത്. ഇവിടെ തന്നെ റൂം കാര്യം ഫുഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൗണാണ്. നല്ലൊരു ടൗണാണ്. എന്താ പറയുക, കാടൊക്കെ വിട്ട് കാടൊക്കെ ഇറങ്ങി ഇനി ഞങ്ങളാ പറഞ്ഞിട്ടുള്ള ടൗണിലേക്ക് എത്തണം. നമ്മൾ അവിടെ എത്തിയാലേ ഈ കുറച്ചും കൂടി ഒരു ടൗണിൻ്റെ യഥാർത്ഥ മുഖം കാണാൻ വേണ്ടി കഴിയും. അതും അത്യാവശ്യം വലിയൊരു ടൗണാണ്. അങ്ങനെ മെയിൻ ടൗണാണത്. മെയിൻ ടൗണിൽ ATM കാര്യം കംപ്ലീറ്റ് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ടൗണായിരുന്നു. നമ്മൾ കഴിഞ്ഞു പോന്നു. ഇനി ഇവിടുന്ന് നമ്മളങ്ങനെ ഹുബ്ലി എന്ന് പറയുന്ന, ഹുബ്ലിയാണെന്ന് തോന്നുന്നു, ഹുബ്ലി, അതെ, ഹുബ്ലി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പിടിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസ് കയറി പോവുക, എന്താ അത് നോക്കണം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ റൂട്ട് തൊട്ട് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇന്നത്തെ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ എവിടേക്കും ഹുബ്ലിക്കൊന്നും എത്തിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ സാധ്യതയല്ല. ഇന്നിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ തന്നെ 4-4:30 സമയമായി. അപ്പോൾ ഹുബ്ലിയൊന്നും എത്തൂല. അപ്പം ഇന്ന് എത്തുന്നത് വരെ പോയിട്ട് നിർത്താമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.